ആക്ച്വലി ബുംറയ്ക്ക് ഇത്രയധികം വിശ്രമം ആവശ്യമുണ്ടോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ്, ഒരു സംശയമാണ്. കാരണം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലമായി ഏറ്റവും കൂടുതൽ ബുംറയേക്കാൾ ഇരട്ടിയോളമെങ്കിലും ഓവറുകൾ പന്തുകൾ എറിഞ്ഞിട്ടുള്ളത് സിറാജാണ്, മുഹമ്മദ് സിറാജാണ്. അങ്ങനെയെങ്കിൽ സിറാജിന്റെയും വർക്ക് ലോഡ് പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനൊപ്പം പേസ് ബോളർമാരുടെ പരിക്കാണെങ്കിൽ 188 ടെസ്റ്റുകൾ കളിച്ച ഇതിഹാസ താരത്തിന്റെ പേരിലാണ് ഈ ടൂർണമെന്റ് തന്നെ അറിയപ്പെടുന്നത്, ജെയിംസ് ആൻഡേഴ്സന്റെ പേരിൽ. അവരൊക്കെയും പരിക്കിനെ മാനേജ് ചെയ്യുന്ന, ആൻഡേഴ്സണൊക്കെ പരിക്കിനെ മാനേജ് ചെയ്യുന്ന വിധം ബുംറയും പിന്തുടരേണ്ടത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ഒരു പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താൻ 3 ടെസ്റ്റേ കളിക്കൂ എന്ന് ടീമിലെ പ്രധാന ബോളർ പ്രഖ്യാപിക്കുന്നതും BCCI അത് അംഗീകരിക്കുന്നതും ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ, ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഈ തീരുമാനം എത്രത്തോളം ടീമിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും എന്നതും ഒരു ചിന്താ വിഷയം തന്നെയാണ്. അനുഭവ സമ്പത്ത് കുറഞ്ഞ ബോളിംഗ് നിരയാണ് ഇന്ത്യയുടേത്. ഈ ഒരു സാഹചര്യത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് എല്ലാ ടെസ്റ്റ് മത്സരങ്ങളിലും കളിക്കാനാവില്ല എന്നത് നിർഭാഗ്യകരമാണ് എന്നാണ് ഡിവിലിയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയ്ക്കായി ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളറായ, തുടർച്ചയായി 5 വർഷത്തോളം 1-ാം നമ്പറുകാരനായ ഡെയിൽ സ്റ്റെയിനുമായി ഉപമിച്ചാണ് ബുംറയെ കുറിച്ച് ഡിവിലിയേഴ്സ് പറഞ്ഞു നിർത്തിയത്. ഡെയിൽ സ്റ്റെയിനെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പ്രാധാന്യം കുറഞ്ഞ T20 ഏകദിന പരമ്പരകളിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ എന്നിവർക്കെതിരായ വലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് അദ്ദേഹത്തെ ആ സമയത്ത് ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ അതിനായി എടുപ്പിക്കുകയായിരുന്നു. ആ ഒരു തന്ത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചത് എന്നാണ് ഡിവിലിയേഴ്സ് ബുംറയെയും അതുപോലെ സ്റ്റെയിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്.